നമസ്കാരം. ഇന്ന് അമേരിക്ക, ഇസ്രായേൽ അതുപോലെ തന്നെ ഇറാൻ സംഘർഷം ആരംഭിച്ചിട്ട് 6ാമത്തെ ദിവസമാണ്. 6ാം ദിവസവും അശാന്തം എന്നാണ് ഇന്ന് പുറത്തു വന്ന ചില വാർത്തകളുടെ തലക്കെട്ട്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ചൈന മാത്രമാണ്. ചൈനയുടെ സർക്കാർ പ്രതിനിധികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കും എന്ന് പറഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചൈന പറഞ്ഞിരുന്നു. റഷ്യയും ഇവിടെ ചൈനയ്ക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കക്കെതിരെയാണ്, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയാണ്. എന്നാലും ഈ യുദ്ധം ഇങ്ങനെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ അതിശക്തമായ ഒരു തിരിച്ചടി അമേരിക്കക്ക് ഇറാൻ കൊടുത്തു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇന്നലെ ശ്രീലങ്കൻ തീരത്ത് ഒരു ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്ക അന്തർവാഹിനി ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഈ യുദ്ധക്കപ്പൽ കടലിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 87 നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു. എന്തായാലും ഇവിടെ അമേരിക്ക ഇപ്പോൾ അത് ഞങ്ങൾ തന്നെയാണ് ആക്രമണം നടത്തിയത്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ഒരു കപ്പലിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ ആക്രമണത്തിന് ഞങ്ങൾ പകരം ചോദിക്കും, ചെറിയ രീതിയിലായിരിക്കില്ല, അത് അമേരിക്കക്ക് കൊള്ളുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഇപ്പോൾ അമേരിക്കയുടെ ഒരു എണ്ണ ടാങ്കർ ഇറാൻ കത്തിച്ചിരിക്കുകയാണ്. പേർഷ്യൻ കടലിലാണ് ഇവിടെ അമേരിക്കൻ എണ്ണ ടാങ്കറിന് നേരെ ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായത്. തൊട്ടടുത്ത നിമിഷം ഈ കപ്പൽ കത്തുകയായിരുന്നു, തീപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. IRGC ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളോ സ്ഥിരീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും. അവർക്ക് കിട്ടുന്നതൊക്കെ മൂടിവെക്കാൻ പൊതുവെ അവർക്ക് അത്തരത്തിലൊരു കഴിവുണ്ട്. അതായത് അവർക്ക് കിട്ടുന്ന തിരിച്ചടികളൊന്നും അവരങ്ങനെ പുറത്തു പറയാറില്ല. USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പ്രതികരണവും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ കപ്പൽ ഇപ്പോൾ എവിടെയാണ്, എന്താണ് സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് ഒരു വാർത്തകളും എവിടെയും കാണാനാകുന്നില്ല. ആർക്കും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യവുമില്ല. എന്നാലും യുദ്ധം ആരംഭിച്ചിട്ട് 6 ദിവസമായി. ഈ 6 ദിവസത്തിനിടക്ക് ഇറാന് കനത്ത തിരിച്ചടികൾ ഇവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനും ഒപ്പം കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും അമേരിക്കയും ഇസ്രായേലും നടത്തിയിരുന്നു. എന്നാൽ ആ നീക്കങ്ങൾ ഏറെക്കുറെ പൊളിഞ്ഞ ഒരു കാഴ്ചയാണ് കാണാനാകുന്നത്. ചൈനയുടെ ഒരു എൻട്രിയോടുകൂടി ഇപ്പോൾ ആ നീക്കം അത് ഏറെക്കുറെ ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില മൊസാദിന്റെ ചാരന്മാരെ ഉപയോഗിച്ച് ഗൾഫിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തി, അതും പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ തന്നെയാണ് ഇവിടെ മൊസാദിന്റെ ചാരന്മാർ സൗദിയിലും ഖത്തറിലും ഒക്കെ സ്ഫോടനം നടത്താൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിവരം പുറത്തുവിട്ടത്. എന്തായാലും മൊത്തത്തിൽ കാര്യങ്ങളാകെ കുഴഞ്ഞ് മറിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന ചിന്ത അമേരിക്കക്കുണ്ട്. പക്ഷേ ഇവിടെ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല. ഇസ്രായേൽ ഇവിടെ അമേരിക്കയെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നു എന്ന വാർത്തകൾ കൂടെ പുറത്തു വരികയാണ്. എന്തായാലും ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്ക ഒരിക്കലും മറക്കാത്ത ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് IRGC അമേരിക്കയുടെ ഒരു എണ്ണ ടാങ്കറിനെ കത്തിച്ചു കളയുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച ഒരു ആക്രമണമാണ് ഉണ്ടായത്. ഈ ആക്രമണത്തെ തുടർന്ന് ആ കപ്പൽ പൂർണ്ണമായും നശിച്ചു അല്ലെങ്കിൽ കത്തിപ്പോയി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.